എല്ലാവർക്കും ജാസ്ബ്രൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കറികളും അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ ഒരു കറി വേറെ ഉണ്ടാക്കിയൊന്നും വേണ്ട, ഇതന്നെ മതി. നല്ല ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാൻ. ഞാനിപ്പം ഈ വീഡിയോയിൽ 3 ഈസി റെസിപ്പികൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഈ പച്ചക്കായ് വെച്ചിട്ടുള്ള ഒരു വറവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഈ പച്ചക്കായ് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗത്തുള്ള ആ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. അടിയെ കളയൊന്നും വേണ്ട, ഇതുപോലെ മേലിൽ നിന്ന് ചെത്തിയെടുത്താൽ മതി. പിന്നെ ഇത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. അതിനുശേഷം വൃത്തിയായി കഴുകി 2-3 വെള്ളത്തിൽ കഴുകിയ ശേഷം ഇത് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കണം. ഇത് വേവുമ്പം വെള്ളം വേഗം വറ്റിപ്പോവും, പിന്നെ അടിക്ക് പിടിക്കും. അപ്പോൾ ഇത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്യാസിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറെടുത്തിട്ട് കുറച്ച് തേങ്ങ, പച്ചമുളക്, കുഞ്ഞുള്ളി, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ഞാനൊരു 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം കുറച്ച്. ഇതെല്ലാം കൂടി വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാടങ്ങ് അരിയൊന്നും വേണ്ട, ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പച്ചക്കായ് ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടിക്ക് പിടിക്കും. അപ്പോൾ അത് വെന്തതിന് ശേഷം അതിലേക്ക് ഈ അരപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയൊന്നും വേണ്ട, ഒന്നിങ്ങനെ മൂടി വെക്കുക. 1 മിനിറ്റ് മൂടി വെച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ പച്ചക്കായ് വറവ് റെഡിയായി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ പാത്രം തന്നെ കഴുകിയെടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് കോയക്ക വറുത്തത്. കോയക്കയും ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. വൃത്തിയായി കഴുകിയെടുക്കുക. പിന്നെ പാത്രം ചൂടാകുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക്, പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും പെരുംജീരകം രണ്ടും ഇട്ട് കൊടുക്കണം. കുറച്ച് 1/4 ടീസ്പൂൺ വീതം മതി. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ 2 ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഉള്ളിയും ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വയന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെക്കണം. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കോയക്ക ചേർത്ത് കൊടുക്കണം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. കോയക്ക കുറച്ച് സമയം വെക്കണം, വെന്ത് കിട്ടണ്ടേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കോയക്ക നല്ലോണം വെന്തിട്ട് വെള്ളയിലും വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡിയായി. ഇനി ഞാനൊരു ബീഫ് ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും. പെരുംജീരകം പൊടിച്ചതാണെങ്കിൽ കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇവിടെ അടച്ച് വെക്കാം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം.
അപ്പോൾ അതാ ഞാൻ ബീഫ് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ വേവിച്ച ബീഫ് ആ വെള്ളത്തോടെ തന്നെ ഒഴിച്ച് കൊടുക്കുക. തീ കൂട്ടി വെച്ചിട്ട് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ വെള്ളം കളയാൻ പാടില്ല, വെള്ളത്തോടെ തന്നെ ഒഴിക്കണം. അതിലാണ് ആ മസാലയും ആ ടേസ്റ്റെല്ലാം ഉണ്ടാവല്. അപ്പോൾ അതാ തീ കൂട്ടി വെച്ച് ഈ ബീഫ് ഒന്ന് വരട്ടിയെടുക്കണം. ഇതാ ഞാനിപ്പോൾ നല്ല ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി വെച്ച് കൊടുക്കണം. ഇതെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി കിട്ടും. ഞാനിപ്പം ഈ ഒരു പാകത്തിനാണ് ഗ്യാസ് ഓഫ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പാകത്തിനാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം. പാർട്ടിയെല്ലാം സമയത്താണെങ്കിൽ തലേന്നേ ബീഫ് കുക്കറിൽ വേവിച്ച് വെച്ചാൽ രാവിലെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അങ്ങനെല്ലാം ചെയ്യാം. ഗൾഫിൽ കൊണ്ടുപോകാനും ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ അതാ നമ്മളെ ഉച്ചക്കത്തെ ചോറെല്ലാം റെഡിയായി. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.